ശ്രീ അഷ്റഫ്, എങ്ങനെയാണ് ശ്രീനിവാസനെ താങ്കൾ ഓർക്കുന്നത്? കാരണം പഴയകാലം മുതൽ സിനിമയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഒരു ചിത്രം സംവിധാനം ചെയ്തത് ഒരു മാടപ്രാവിന്റെ കഥ എന്ന സിനിമയാണ്. പ്രേമനസീർ നായകനും മമ്മൂട്ടി ഉപനായകനുമായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ മമ്മൂട്ടിക്ക് അന്ന് പടം ഫിനിഷ് ചെയ്തിട്ടും മമ്മൂട്ടിക്ക് ഡബ് ചെയ്യാൻ വരാൻ പറ്റാതെ പോയൊരവസ്ഥയുണ്ടായി. മമ്മൂട്ടിക്ക് ഡബിങ്ങിന് മമ്മൂട്ടി ആ സമയത്ത് ഊട്ടിയിൽ നിൽക്കുന്നു, പടത്തിന്റെ റിലീസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. പടം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അതൊരു മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് അന്നത്തെ മമ്മൂട്ടിയുടെ ശബ്ദം ഏകദേശം ശ്രീനിവാസന്റെ ശബ്ദവുമായിട്ടൊരു ചെറിയ ചേർച്ചയുണ്ടായിരുന്നു. അന്ന് ഞാൻ എന്നിട്ട് ശ്രീനിവാസനെ കൊണ്ട് ചെയ്യിപ്പിച്ച പടം ഇറക്കണം എന്ന് തീരുമാനിച്ച് ശ്രീനിവാസനെ കാണാൻ പോകുന്നു. അദ്ദേഹം അന്ന് വലിയൊരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല, വളരെ മോശമായ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് സാമ്പത്തികമായിട്ട്. ഞാൻ പറയുന്നു, ആ സമയത്ത് ഞാൻ ശ്രീനിവാസനെ ചെന്ന് കണ്ട കാര്യം പറഞ്ഞു. ഇങ്ങനെ റിലീസ് പ്രമാണിച്ച് ഇങ്ങനെ മമ്മൂട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ സംസാരിച്ചോളാം, അല്ലെങ്കിൽ റിലീസ് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ആ സിനിമയിൽ ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്തത് ശ്രീനിവാസനായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധമായിരുന്നു പിന്നങ്ങോട്ട്. ഒരുപാട് പടങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. എന്റെ മിക്കവാറും പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന പടം, അതിനകത്ത് ശരിക്കും പ്രിയദർശനാണ് അതിന്റെ കഥയും തിരക്കഥയും എന്നൊക്കെ എഴുതിയെങ്കിലും പ്രിയദർശൻ ആ സമയത്ത് വലിയ രീതിയിലും അവരുടെ എന്തൊക്കെയൊക്കെ തിരക്കായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചു തന്നത് ശ്രീനിവാസനായിരുന്നു. പല ഡയലോഗുകളും പ്രസിദ്ധമായ പല കോമഡി ഡയലോഗുകളും ജഗതിയും മാളയൊക്കെ പറയുന്നതും ശ്രീനിവാസന്റെ ഡയലോഗുകളും എല്ലാം അദ്ദേഹം തന്നെ എഴുതിയ സീക്വൻസ് ആയിരുന്നു. പല നല്ല ഭാഗങ്ങളും ഒക്കെ ശ്രീനിവാസന്റെ തൂലികയിൽ നിന്ന് വന്നതായിരുന്നു. അങ്ങനെ ഈ അടുത്തുവരെ കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ അസുഖം ശ്രദ്ധ മൂലമുണ്ടായതെന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം അദ്ദേഹം പുകവലിയും മദ്യപാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുക മാത്രമല്ല, ഈ മോഡേൺ സയൻസിന്റെ ചികിത്സയൊക്കെ അദ്ദേഹം നിഷേധിച്ചു അല്ലേ? നിഷേധിച്ചു. ലാസ്റ്റ് അതിലൊക്കെ തന്നെ അഭയം പ്രാപിക്കേണ്ടിയും വന്നു. അതൊക്കെ പുള്ളിയുടെ തെറ്റായ അവസാന കാലഘട്ടത്തിൽ കുറച്ചിങ്ങനത്തെ നിഗമനങ്ങളൊക്കെ പലതും തെറ്റുകളായിരുന്നു. അതുപോലെ തന്നെ കൃഷിയും ഇതൊക്കെ നാട്ടിൽ കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് അതൊക്കെ ഒരു രീതിയിൽ സത്യമാണ്. പക്ഷെ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പലതും. അങ്ങനെയായിരുന്നു. ഈ വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ സിനിമയിൽ നമുക്കറിയാം മലയാളിക്ക് ശ്രീനിവാസനെ പരിചയപ്പെടുത്തുന്നതിനപ്പുറമാണ്. അപ്പോൾ താങ്കളുടെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞപ്പോൾ ഈ വ്യക്തി എന്ന നിലയിലും ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരോടും അല്ലേ? വലിയൊരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. ന്യായം, നീതി അതിനൊക്കെ കൂട്ടി നിൽക്കുന്ന ആളാണ്. എത്ര വലിയ കൊലകൊമ്പനായാലും പോയി പണി നോക്ക് എന്ന് വിചാരിക്കുന്ന ആളാണ്. സ്നേഹസമ്പന്നനാണ്. വളരെ സ്നേഹത്തോടെയാണ്. കുറെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അവരോട്. അത് ഞാൻ പലപ്പോഴും ഈ മോഹൻലാലുമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടായത് പോലും ഞാനത് നേരിട്ട് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ പടത്തിൽ ആ കേണലിനെയൊക്കെ കാണിച്ചതില്ലായിരുന്നെങ്കിൽ ആ പടവും വിജയിച്ചതിന് ആവശ്യമില്ലാത്ത ഒന്നും വേണ്ടിയില്ല. കുറെ നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒന്നും അതിനെ എതിർത്തും പറയില്ല, ശരിയാണെന്നും പറയില്ല. പിന്നീട് അവർ തമ്മിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീരുകയും വിഷമമൊക്കെ അങ്ങോട്ട് പരസ്പരം പറയുകയൊക്കെ ചെയ്തു. വളരെ വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. പിന്നെ ഇത്രയും നല്ലൊരു കലാകാരനുണ്ടോ എഴുതാൻ? എന്തൊരു ടാലന്റഡ് ആണ്. ഇത്രയും അധികം ടാലന്റഡ് ആയ ഒരു കലാകാരൻ. അഭിനയത്തിലും ആയിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, കഥ എഴുതിയാൽ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും, പിന്നെ ഐഡിയകള്, ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുന്ന രീതി, അതിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തുന്ന രീതി, കുടുംബ ചിത്രങ്ങളായാലും പൊളിറ്റിക്കൽ സംഭവങ്ങളായാലും അവരെ അതിനെ ആശയ രീതിയിലും അവരെ കളിയാക്കിക്കൊണ്ടൊക്കെ അവതരിപ്പിക്കുന്ന രീതി മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ട് കാണിച്ചു തന്നത് ശ്രീനിവാസനാണെന്ന് തന്നെ പറയാം. മാത്രമല്ല, അദ്ദേഹം ഒരാളെ വിമർശിച്ചാൽ അതിൽ വസ്തുത ഉണ്ടായാലും ഇല്ലേലും, അല്ലെങ്കിൽ സ്വാഭാവികമായി ദേഷ്യം ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും ആൾക്കാർക്ക് ആരെയാണോ വിമർശിക്കുന്നത് അവർക്ക് പോലും ദേഷ്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതിനൊരു പ്രത്യേക കഴിവ് ശ്രീനിവാസനുണ്ട്. അത് അദ്ദേഹം അതിൽ തന്നെ കണ്ടെത്തുന്ന തമാശകൾ, അദ്ദേഹം ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് പറ്റുന്ന ചില കൊച്ചു കൊച്ചാനും അതെന്തിനാ കൈരളി തന്നെ ഒരു കാലത്ത് നല്ലപോലെ ഭയങ്കര അനുഭവങ്ങൾ, കഥകൾ, ഞാനത് സ്ഥിരം കാണുന്ന ആളായിരുന്നു. എന്ത് രസകരമായിരുന്നു അത് കേൾക്കാൻ. ഇന്നും അത് കേൾക്കാൻ വളരെ താല്പര്യമുള്ളത്. കൈരളി ചാനലാണ്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞത് അതൊക്കെ ഇന്നും മനസ്സിലിരിപ്പുണ്ട്, പലതും പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ
ഈ ഇവരൊക്കെ ഇങ്ങനെ ഈ ആരോഗ്യമൊക്കെ സൂക്ഷിക്കാതെ പോകുന്നതിനോടാണ് വളരെ. അതുപോലെ ഒരുപാട് പേര് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ, വേണുനാഗവള്ളി ആയാലും രാജൻ ബി ദേവായാലും മുരളി ആയാലും അവരൊക്കെ ഇന്നും നമ്മളോടൊപ്പം കാണേണ്ടവരായിരുന്നു ശരിക്കും. അങ്ങനെ ഒരു വിഷമമുണ്ട്. തീർച്ചയായും എന്തായാലും മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാം അല്ലേ? തീർച്ചയായും. ശ്രീ ആലപ്പി അഷ്റഫ്, സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫാണ് ശ്രീനിവാസനെ അനുസ്മരിച്ചത്.